എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഠിതാക്കളെ നമസ്കാരം. എൻ്റെ മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എങ്ങനെയാണ് ചോദ്യവാക്കുകൾ ഉപയോഗിച്ച് വാചകങ്ങൾ ഉണ്ടാക്കുക എന്നാണ്. ക്വസ്റ്റ്യൻ ടൈപ്പ് സെൻറ്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് പഠിച്ചത്. ഇനി നമുക്ക് ആശ്ചര്യമുളവാക്കുന്ന വാചകങ്ങളെ പറയാം. എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ് എന്ന് പറയും. നമുക്കൊരു കാര്യം കാണുമ്പോൾ ഹായ്, എന്തൊരു ഭംഗി, അങ്ങനെയൊക്കെ പറയില്ലേ. എന്തല്ല കുട്ടി, എന്തല്ല പൂവ്, എന്തല്ല ചിത്രം എന്നൊക്കെ പറയില്ലേ. അതുപോലെ എത്ര മനോഹരമായ സിനിമ, എത്ര രസകരമായ ദൃശ്യം, എത്ര രസകരമായ കഥ അല്ലേ, എത്ര രസകരമായ തമാശ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അത് പെട്ടെന്ന് നമുക്കൊരു ആശ്ചര്യം വരുമ്പോൾ നമ്മൾ പറയുന്നതാണ്. അതിന് ആശ്ചര്യവാചകങ്ങളെന്ന്. അതൊക്കെ വളരെ റെയറായിട്ടുള്ളതാണ്. അതുകൊണ്ട് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അത്ര പ്രാധാന്യം കൊടുത്ത് പഠിപ്പിക്കാനൊന്നും ഇല്ല. ജസ്റ്റ് എന്താണ് എൻ്റെ ഒരു ആശ്ചര്യവാചകം ഉണ്ടാക്കുന്ന ട്രിക്ക് എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം. അത്രേ വേണ്ടു. ഇതൊക്കെ കുറച്ച് ഇതിൻ്റെയൊക്കെ ട്രിക്കുകളാണ് എന്ന് പറഞ്ഞിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ട്രിക്കൊന്നും എന്താണ് നമുക്ക് നോക്കാം. ആശ്ചര്യവാചകങ്ങളുടെ ട്രിക്ക്. എപ്പോഴാണ് നമുക്ക് ആശ്ചര്യപല അത്ഭുതമൊക്കെ ഉണ്ടാവുക? അത് ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ കണ്ട് വഴുപ്പാവുക, കണ്ട് തല്ല എന്നൊക്കെ പറഞ്ഞത് എപ്പോഴാണ്? നമുക്കറിയാം, നമ്മുടെ പ്രതീക്ഷ അല്ലെങ്കിൽ ധാരണയ്ക്ക് ഏറെ വ്യത്യസ്തമായി അല്ലെങ്കിൽ വിപരീതമായി ഒക്കെ ഒരു എന്തെങ്കിലും വസ്തു അല്ലെങ്കിൽ ഒരു സംഭവം കാണുക, കേൾക്കുക, അല്ലെങ്കിൽ അറിയാൻ, അനുഭവിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുക? നമുക്ക് അത്ഭുതമുണ്ടാവുക അല്ലേ. നമുക്കറിയാം, ഒരു 10-12 വയസ്സായ ഒരു കുട്ടി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി നമ്മൾ പ്രതീക്ഷിക്കുക എന്താ? 6-ലോ അല്ലെങ്കിൽ 7-ലോ പഠിക്കുന്നു എന്നുള്ള ഒരു മറുപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുക. ആ ബംഗ്ലാദേശ് ഐസക് ബാർ എന്ന് പറഞ്ഞൊരു 10-12 വയസ്സ് കുട്ടിൻ്റെ നിങ്ങൾ ഈ ചോദ്യം അവരോട് ചോദിക്കുകയാണെങ്കിൽ അവൻ പറയും, ഞാൻ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രം പഠിപ്പിക്കുന്ന പ്രൊഫസറാണെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പോവും. കാരണം എന്താ? നമ്മളെ പ്രതീക്ഷയിൽ അതില്ല അല്ലേ. അപ്പോൾ നമുക്ക് അത്ഭുതം ഉണ്ടാവുന്നത് നമുക്ക് തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ധാരണയ്ക്ക് വിരുദ്ധമായിട്ട് വരുമ്പോഴാണ് അല്ലേ. ഇപ്പോൾ ഒരു 4 വയസ്സായ ചെക്കൻ ഒരു 40-ൽ പരം കർണാടക സംഗീതത്തിലെ രാഗങ്ങൾ പാടുക, അതറിയുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ടൊന്ന് സംഭവിച്ചു പോവും അല്ലേ. ഇത് കണ്ണൊക്കെ ചിലപ്പോൾ കുഴപ്പമായിട്ട് വരും. എന്താണ് നിശ്ചയം അല്ലേ. അപ്പോൾ ചില കഴിവുകൾ നമുക്ക് വളരെ പ്രതീക്ഷിക്കാത്ത കാണുമ്പോൾ നമുക്കതൊരു അത്ഭുതം ഉണ്ടാവും അല്ലേ. വലിയ ഉയരമുള്ള അത്, അല്ലെങ്കിൽ വളരെ തടിയുള്ളത്, നല്ല ഭംഗിയുള്ളത്, അങ്ങനെ സവിശേഷത കാണുമ്പോഴാണ് നമുക്ക് ആശ്ചര്യം വരിക. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു പയ്യുണ്ടായിരുന്നു. അവൻ ബ്രെയിനിൽ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് എന്തോ തകരാറ് സംഭവിച്ചു തോന്നുന്നു. അവന് 6-6.25 അടി ഉയരം വന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആളെ കാണുമ്പോൾ ഇത്രയുള്ള മനുഷ്യരാ എന്ന് നമുക്കൊന്ന് തോന്നും അല്ലേ. അത് ഒരു സ്വാഭാവികമാണ്. അങ്ങനെയാണ് നമുക്ക് അത്ഭുതം ഉണ്ടാവുക. ഭയങ്കര വലിപ്പം, ഒരു എൻ്റെക്കാളും വലിപ്പമുള്ളൊരു കായ്ക്കുല കണ്ട ആൾക്കാർക്ക് നമുക്കൊന്നൊരു ഐശ്വര്യം വരും അല്ലേ. അതുപോലെ അസാധാരണ ഭംഗി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യം വരും. എൻ്റെ ഒരു കൂട്ടുകാരൻ കഴിഞ്ഞൊരു ദിവസം ഒരു കഥ പറഞ്ഞു. ആൾ പോലീസ് പിടിച്ച കഥ. എനിക്കതൊക്കെ പോലീസ് അവിടെ പിടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി. കന്യാസ്ത്രീ പോലെ ചെക്കനെ പോലീസ് പിടിക്കേ, ഞാൻ നിശ്ചയിച്ചു പോയി. സംഗതി എന്താ ചോദിച്ചു, എന്തായാലും അങ്ങനെ സംഭവം. അപ്പൊ ആളെ കഥ പറഞ്ഞത്, അതായത് 20-22 വയസ്സുള്ളപ്പോൾ ആള് ഈ ബോംബയ്ക്ക് പോയി. കുറെ നാളായി അവൻ്റെ അമ്മാവ് അവിടെ ഇല്ലേ വലിക്കുന്നത്. എന്തായാലും കുറച്ച് ദിവസം മുടക്കിട്ട് ഇപ്പൊ ചോദിച്ചു പോവാന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെന്ന് പോയതാ. ട്രെയിനൊക്കെ ഇറങ്ങി കുറച്ചു നേരമൊക്കെ അവിടെ തെക്ക് തിരക്ക് കണ്ടപ്പോ പ്ലാറ്റ്ഫോമൊക്കെ നിന്നു. അപ്പോൾ വേറൊരു വണ്ടി വന്നു. അതിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങി. അവൻ പറയാ, അന്തം വിട്ടുപോയി. കാരണം അത്ര ഭംഗി, ഇത് മനുഷ്യ സ്ത്രീ തന്നെയാണോ എന്ന് സംശയിച്ചു പോയി. അവൻ ഹിന്ദി സിനിമയിലൊക്കെ വളരെ സുന്ദരികളായി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നൊന്നല്ല. നമ്മൾ ഈ മഹാഭാരതത്തിലും ഒക്കെ വായിക്കുമ്പോൾ അപ്സരസുകൾ എന്നൊക്കെ പറയില്ല, അതുപോലെ
അറിയാണ്ട് കുറച്ച് നേരം നോക്കി, ഒരു മിനിറ്റ് ഒന്നോ 2 മിനിറ്റ് അങ്ങനെ അറിയാണ്ടായിരുന്നു നോക്കി പോയി. പെട്ടെന്ന് വലത്തെ തോളത്തൊരു ബാർ നോക്കി പോലീസ്. അപ്പൊ അതൊന്നും അറിയില്ലേ. അപ്പൊ ഋഷിരാജ് സിംഗ് പറഞ്ഞ പോലെ 10-14 സെക്കൻഡിൽ പേരെ ഒരു പെണ്ണിനെ തുറച്ചു നോക്കാൻ പാടില്ലേ, അത് കുറ്റകരാതൊന്നും പറഞ്ഞാൽ അവനറിയില്ലേ. അപ്പൊ അങ്ങനെ പോലീസ് പിടിച്ച് കൺട്രോൾ റൂമിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തി. അപ്പൊ അവർ ചോദിക്കുന്നത് മനസ്സിലാവണേ, ഹിന്ദിയാണ്. അങ്ങനെ അതിനെല്ലാം അതിശയിക്കുന്ന സംഭവം ഉണ്ടായത്. അവന്റെ കയ്യിലുള്ള കംപ്ലീറ്റ് കാശ് അവർ മേടിച്ചു. കുറച്ച് കാശ് അണ്ടർവയലിൽ വെച്ച കാരണം ടിക്കറ്റ് എടുത്ത് അവന്റെ അമ്പാട് വീട്ടിലെത്താൻ പറ്റി. അപ്പൊ അപ്പോഴും അവർ അതിശയം, ഇതെങ്ങനെയുണ്ടോ ഒരു പോലീസ്, എന്തൊരു പോലീസ്. അപ്പോ എന്തവനെ അതിശയിച്ചു. ഇതിലും ഭേദം പോക്കറ്റിടിക്കാരനല്ലോ. അപ്പൊ നമ്മൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഏറെ വിചിത്രമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിശയിക്കും, അന്തം വിട്ടു പോയി അല്ലേ. നല്ല ഭംഗി, അത് പെട്ടെന്ന് ആ പെൺകുട്ടീനെ കണ്ടപ്പോൾ എന്തൊരു ഭംഗി, ഇത്ര ഭംഗിയുള്ള പെൺകുട്ടി എന്ന് ഒക്കെ ആയിരിക്കും പറയാൻ തോന്നുക അല്ലേ. അല്ലെങ്കിൽ പോലീസ് ഇങ്ങനെ പോക്കറ്റ് അടിച്ചപ്പോ എന്തൊരു വൃത്തികെട്ട പോലീസ്, അങ്ങനെയൊക്കെ പെട്ടെന്ന് നമുക്ക് പറയാൻ തോന്നുക അല്ലേ. എത്ര മോശം പോലീസ്, അങ്ങനെയൊക്കെ ആയിരിക്കും നാം തോന്നുന്നു. അപ്പൊ നമുക്ക് അറിയാണ്ട് ഇത്തരം അത്ഭുതം ഉണ്ടാകുമ്പോൾ ഇത്തരം വാചകങ്ങളാണ് നമ്മൾ അറിയാതെ പറഞ്ഞു പോവുക. അതിന് തുല്യമായി ഇംഗ്ലീഷ് എങ്ങനെ വാചകങ്ങൾ എന്ന് നമുക്ക് ഒന്ന് പഠിക്കാം. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ബോംബെ റെയിൽവേ പ്ലാറ്റ്ഫോം കണ്ട ആ സുന്ദരിയായ പെൺകുട്ടിയെക്കുറിച്ച് അത്ഭുതം അല്ലെങ്കിൽ ആശ്ചര്യം പ്രകടിച്ചുകൊണ്ട് തൻ്റെ കൂട്ടുകാരനൊന്ന് പറയുന്നത് രംഗമൊന്നും മനസ്സിൽ സങ്കല്പിച്ചു നോക്കി. എങ്ങനെയായിരിക്കും പറയാ? എത്ര ഭംഗിയുള്ള പെൺകുട്ടിയാണ് അവൾ അല്ലേ, അല്ലെങ്കിൽ അവൾ എത്ര ഭംഗിയുള്ള പെൺകുട്ടിയാണ്, അങ്ങനെയായിരിക്കും പറയാ. എത്ര ഭംഗിയുള്ളവൾ എന്നാണ് ആശ്ചര്യത്തിന് അവിടെ വരുന്നത്. എത്ര എന്ന വാക്ക്, എത്ര ഭംഗിയുള്ളവളാണ് പെൺകുട്ടി. അപ്പൊ എത്ര ഭംഗിയുള്ളവൾ അല്ലേ, അങ്ങനെയായിരിക്കും പറയുക. അപ്പൊ ഒരു ചോദ്യവാക്ക് അതിൽ ഉണ്ടായിരിക്കും, എത്ര അല്ലേ, എത്ര ഭംഗിയുള്ളവൾ. അപ്പൊ ആ ചോദ്യവാക്കാണ് പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് പറയുമ്പോൾ ആ ഒരു ആശ്ചര്യം നമുക്ക് തോന്നും. നമ്മുടെയും ഒരു കണ്ടു ബൾബാവുന്ന അവസ്ഥ വരും അല്ലേ. ഹൗ ബ്യൂട്ടിഫുൾ അല്ലേ, ഹൗ ബ്യൂട്ടിഫുൾ ദ ഗേൾ ഈസ്. അപ്പൊ നമുക്ക് എത്ര ഭംഗിയുള്ള എന്നുള്ളതാണ് എന്ത് വരുന്നത്, ഈ ആശ്ചര്യം പ്രകടിപ്പിക്കാനായിട്ട് സാധാരണ പറയും ഒരു ചോദ്യവാക്ക് എത്ര എന്നുള്ളത്. അതൊരു രീതി, വേറൊരു രീതി ഉണ്ട്, അത് പിന്നെ പറയാം. അപ്പൊ എത്ര ഭംഗിയുള്ള പെൺകുട്ടിയാണവൾ എന്നുള്ളത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് ധാരണ ഉണ്ടാവുക? ആ പെൺകുട്ടി വളരെ ഭംഗിയുള്ളതാണ് അല്ലേ. ഭംഗിയുള്ളവൾ എന്ന് മാത്രമല്ല, ആശ്ചര്യം വരണമെങ്കിൽ എന്ത് വേണം? സാധാരണ ഭംഗി പോരാ, വളരെ ഭംഗി അല്ലേ. അപ്പോൾ വളരെ അത് സാധാരണ വാചകത്തിൽ വേണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടായ ധാരണ സാധാരണ വാചകത്തിലും പ്രകടിപ്പിക്കാം. എങ്ങനെയായിരിക്കും നിങ്ങൾ പറയാത്? ആ പെൺകുട്ടി വളരെ ഭംഗിയുള്ളവളാണ്, അതല്ലേ നിങ്ങളുടെ മനസ്സിലുണ്ടായ ധാരണ. അപ്പൊ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കുന്നത്? ഒരു ആശ്ചര്യവാചകത്തെ നമുക്ക് വേണമെങ്കിൽ നമ്മളിൽ ആ ഉണ്ടായ ധാരണ എങ്ങനെ സാധാരണ വാചകത്തിലും നമുക്ക് പറയാം. എങ്ങനെയായിരിക്കും പറയാ? ആ പെൺകുട്ടി വളരെ ഭംഗിയുള്ളവളാണ്. അപ്പൊ ആ പെൺകുട്ടി വളരെ ഭംഗിയുള്ളവളാണ്. ഇത്തരം വാചകങ്ങൾ ഇംഗ്ലീഷിലാക്കി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരിക്കും നമ്മൾ ഇംഗ്ലീഷിലേക്ക്? ആ പെൺകുട്ടി വളരെ ഭംഗിയുള്ളവളാണ്. അപ്പൊ ഈ ആശ്ചര്യം ഉണ്ടാക്കുന്നതിന് നമ്മൾ ആശ്ചര്യവാചകത്തെ സാധാരണ വാചകമാക്കുമ്പോൾ, അപ്പൊ ആശ്ചര്യം തോന്നുന്ന വിധത്തിൽ ആവണമെങ്കിൽ ആ സാധാരണ വാക്കിൽ ഏത് വാക്ക് വന്നപ്പോഴാണ് വന്നത്? വളരെ അല്ലേ. ഈ ആശ്ചര്യം എത്ര ഭംഗിയുള്ളവളാണ് ആ പെൺകുട്ടി എന്ന വാചകം ആശ്ചര്യവാചകമാണ്. ആ ആശ്ചര്യവാചകത്തെ നമ്മൾ സാധാരണ വാചകത്തിലാക്കുമ്പോൾ ആ ആശ്ചര്യം അങ്ങോട്ട് തോന്നണമെങ്കിൽ എന്ത് നോക്കണം? ഭംഗിയുള്ളതെന്ന് പറഞ്ഞ പോരാ, വളരെ ഭംഗിയുള്ള അല്ലേ. അത് സാധാരണ കവിഞ്ഞു വരുമ്പോൾ വളരെ എന്ന വാക്കാണ് ആശ്ചര്യം പ്രകടിപ്പിക്കാനായിട്ട് സാധാരണ വാചകത്തിൽ വരിക.
അപ്പൊ ഇതിന് മനസ്സിലാക്കുന്നത് എന്താ? ഒരു ആശ്ചര്യവാചകത്തെ ഒരു സാധാരണ വാചകമാക്കി പറയാം. എങ്കിൽ ആ സാധാരണ വാചകത്തിന് എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞു? ആ പെൺകുട്ടി വളരെ ഭംഗിയുള്ളവളാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് അത് എങ്ങനെയാണ് എഴുതാന്ന്, അല്ലേ? ഇത്തരം വാചകങ്ങൾ ഫോർത്ത് ടൈപ്പാണ്. നമ്മൾ എങ്ങനെയാണ് പഠിക്കുക? എങ്ങനെയാണ് പറയാ? ദ ഗേൾ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഭംഗിയുള്ളവൾ എന്നുള്ളതിന് പിന്നൊരു അവൾ ഇംഗ്ലീഷിൽ വരില്ല. ദ ഗേൾ ഈസ് വെരി ബ്യൂട്ടിഫുൾ, ഭംഗിയുള്ള എന്നേ വരുള്ളൂ എന്നൊക്കെ പഠിച്ചിട്ടുള്ള. അപ്പൊ ദ ഗേൾ ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ് എന്ത് ആ കൂട്ടുകാരൻ കണ്ട പെൺകുട്ടിയെ സാധാരണ വാചകത്തിൽ പറയുകയാണെങ്കിൽ ദ ഗേൾ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഇനി തിരിച്ചെങ്ങനെയാക്കണം നോക്കി. അപ്പൊ ഇതാണ് സാധാരണ വാചകം. അപ്പൊ ആശ്ചര്യവാചകം ഉള്ള എങ്ങനെയാ പറയാം? അതിൽ നമ്മൾ വളരെ എന്നുണ്ട ഇല്ല. അപ്പൊ ഈ വാചകത്തിൽ വളരെ എന്നുമില്ല, ആശ്ചര്യവാചകത്തിൽ വളരെ എന്നുമില്ല. അതിനാണ് പറയാ എത്ര ഭംഗിയുള്ള എന്ന് പറയുന്നത്. അപ്പൊ ഈ വാചകത്തെ ആശ്ചര്യവാചകമാക്കുമ്പോൾ എന്തുണ്ടാവുക? ഈ വെരി അവിടെ വേണോ? വേണ്ട. അപ്പൊ ആ വെരി എന്നുള്ളത് നമുക്ക് അവിടുന്ന് പോകും, ഇത് അവിടുന്ന് പോകും. അപ്പൊ അവിടെ എത്ര ഭംഗിയുള്ള എന്ന് പറയും, അല്ലെ? എത്ര ഭംഗിയുള്ള, ഹൗ ബ്യൂട്ടിഫുൾ. അപ്പൊ വരിക ഗിരിയോട് വരിക ഹൗ ബ്യൂട്ടിഫുൾ. അഗരിയാണ് വരിക ഹൗ ബ്യൂട്ടിഫുൾ, ഹൗ ബ്യൂട്ടിഫുൾ എന്ന് വരും. അപ്പൊ എന്താ? എത്ര ഭംഗിയുള്ളവൾ. ഇതിന്റെ മലയാളം നമുക്കറിയാം, എത്ര ഭംഗിയുള്ള അവൾ. ഈ അവള് വേണ്ട നമുക്കറിയാം. എന്താ കാരണം? അവിടെ നമ്മൾ മലയാളത്തിൽ അങ്ങനെ പോലെ ഇംഗ്ലീഷിൽ പിന്നെ ഒരു ഷീ വെക്കുന്ന പരിപാടി ഇല്ലയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഹൗ ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ എത്ര ഭംഗിയുള്ളവൾ. പിന്നെന്താ? അവളാണ്, അല്ലെ? എത്ര ഭംഗിയുള്ള പെൺകുട്ടി ആണവൾ. അപ്പോ എങ്ങനെ എഴുതാ? ഹൗ ബ്യൂട്ടിഫുൾ ദ ഗേൾ ഈസ്. അപ്പൊ ഈ വാചകത്തെ അതായത് ഈ വാചകത്തിന്റെ ഇതാക്കുമ്പോ എക്സ്ക്ലമേറ്ററി ആക്കുമ്പോ ഇതാണ് വരിക. അതായത് ഈ വാചകത്തിന്റെ ഇംഗ്ലീഷാണ് ഹൗ ബ്യൂട്ടിഫുൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ തന്നെയാണ് സാധാ ഘടന തന്നെയാണ്, അല്ലേ? അപ്പോ ഈ ഒരു വാചകത്തെ ഇങ്ങോട്ട് വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് മാറ്റം വന്നുള്ളത്? ഈ വെരി പോയി അവിടെ ഹൗ വന്നു. ഹൗ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ് ഇതിന്റെ മുമ്പിലേക്ക് വന്നു, അല്ലേ? അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ സാധാ ഘടന തന്നെയാണ്. കണ്ട, ഈ ഭാഗം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ വാചകത്തിലെ ആ വെരി പോയിട്ട് അവിടെ ഹൗ ചേർന്ന് ഇപ്പുറത്തേക്ക് അത് ആ ഗ്രൂപ്പ് കംപ്ലീറ്റ് എടുത്ത് ഫ്രണ്ടിൽ വെച്ച് പറഞ്ഞാൽ മതി. അപ്പൊ ഹൗ ബ്യൂട്ടിഫുൾ ദ ഗേൾ ഈസ്. എന്താ? ഹൗ ബ്യൂട്ടിഫുൾ ദ ഗേൾ ഈസ്. അപ്പൊ ആശ്ചര്യം, ഹൗ ബ്യൂട്ടിഫുൾ ദ ഗേൾ ഈസ്, ആശ്ചര്യമില്ലേ? അപ്പൊ ആശ്ചര്യവാചകം പറയുമ്പോൾ നമ്മൾ എന്താ വെച്ചാല് അതിന് നോക്കി എന്തൊക്കെയാ വന്നിട്ടുള്ളത്? ഹൗ പ്ലസ് അഡ്ജക്റ്റീവ്, ഹൗ പ്ലസ് അഡ്ജക്റ്റീവ്. അത് കഴിഞ്ഞിട്ട് ബാക്കി വാചകത്തിന്റെ ഘടന തന്നെ, അല്ലേ? ബാക്കി സബ്ജക്റ്റ് വെർബ് അങ്ങനെയല്ലേ? അപ്പോ ഇതിന്റെ ഘടന ഹൗ പ്ലസ് അഡ്ജക്റ്റീവ്, അല്ലേ? അഡ്ജക്റ്റീവ്, പിന്നെ സബ്ജക്റ്റ് വെർബ് ഇങ്ങനെ ബാക്കിയൊക്കെ സാധാരണ പോലെ. അപ്പോ നമ്മൾ എന്താണ് ഇതിന് പഠിച്ചത് മനസ്സിലായല്ലോ? ഹൗ വെച്ച് നമുക്ക് അതിലെ വിശേഷണത്തെയാണല്ലോ അത്ഭുതം ഉണ്ടാക്കുന്നത്. അപ്പൊ അത്ഭുതം ഉണ്ടാക്കുന്ന വിശേഷണ പദത്തിന്റെ മുൻപിൽ ഹൗ ചേർത്ത് നമ്മൾ അത് വെച്ച് ആരംഭിക്കുക. പിന്നെ സബ്ജക്റ്റ് വെർബ് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതായി എന്ന് മനസ്സിലായല്ലോ. ഒരെണ്ണം നമുക്ക് എക്സാമ്പിളായിട്ട് ഒരെണ്ണം കൂടി നോക്കാം. ബോംബെയിൽ വെച്ച് എൻ്റെ കൂട്ടുകാരന് പോലീസിൽ നിന്നുണ്ടായ അനുഭവം നിങ്ങളോട് ഞാൻ പറഞ്ഞു, അല്ലേ? എന്താ അവർ ചെയ്തത്? കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ അടിച്ചു മാറ്റി, അല്ലേ? പോക്കറ്റ് അടിക്കാരേക്കാൾ മോശം, അല്ലേ? അവരെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഉള്ള ധാരണ എന്താ? എങ്ങനെയുള്ളവരായിരുന്നു അവര്?
നിങ്ങൾ ആശയത്തോടു കൂടി അവരെങ്ങനെയാണ് അവരെ കുറിച്ച് പറയുക? എത്ര മോശപ്പെട്ടവരായിരുന്നു ആ പോലീസുകാർ. എങ്ങനെ പറയാ? എത്ര മോശപ്പെട്ടവർ ആയിരുന്നു ആ പോലീസുകാർ, അല്ലേ? അതാണ് നിങ്ങൾ അവരോട് പറയുക. എന്ന് വെച്ചാൽ എത്ര മോശമായിട്ടുള്ളവർ ആയിരുന്നു ആ പോലീസ്, അങ്ങനെയായിരിക്കും നിങ്ങളോട് പറയുക. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നോക്കുക, നമ്മൾ ഈ കാര്യം തന്നെ നമുക്ക് മറ്റു തരത്തിലും പറയാം. സാധാരണ വാചകത്തിൽ എത്ര മോശമായിട്ടുള്ളവരായിരുന്നു ആ പോലീസുകാരെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സാധാരണ നിലയിൽ മോശമല്ല, വളരെ മോശമായിരുന്നു, അല്ല എൻ്റെ അർത്ഥം. അപ്പൊ നമ്മൾ ശരിക്കൊരു മലയാള വാചകത്തിൽ ഇതേ കാര്യം തന്നെ സാധാരണ ഒരു വാചകത്തിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയാം? ആ പോലീസുകാർ വളരെ മോശമായിരുന്നു, അല്ലേ? അങ്ങനെ പറഞ്ഞാൽ ഇതേ കാര്യം തന്നെയല്ലേ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ധാരണ? അപ്പോൾ നമുക്കതെങ്ങനെ ഇംഗ്ലീഷിൽ അല്ല മലയാളത്തിൽ എങ്ങനെ പറയാം? ആ പോലീസുകാർ വളരെ മോശമായിരുന്നു. ആ വാചകം ഇംഗ്ലീഷാകെ നിങ്ങൾക്ക് അറിയാം. ദ പോലീസ്മെൻ വേർ വെരി ബാഡ്, അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി ഇതെങ്ങനെയാണ് ഇത് ആശ്ചര്യവാചകമാക്കി എഴുതുക. അതായത് ഇതിനെ ആശ്ചര്യവാചകമാക്കുകയാണെങ്കിൽ എന്താണ് വരിക, അല്ലേ? അതെങ്ങനെയായിരിക്കും അതാക്കുക? എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലേ? വളരെ മോശം എന്നുള്ളതിന് പകരം എന്ത് വരും? എത്ര മോശമായിട്ടുള്ളവർ, അല്ലേ? അതിന് പറയാ ഈ വെരി പോയിട്ട് ഹൗ ബാഡ്, ഹൗ ബാഡ്. എന്നിട്ട് അതെങ്ങനെ എവിടെ വരും? മുമ്പിലേക്ക് വരും, അല്ലേ? അപ്പൊ നിങ്ങൾ എന്തായിരിക്കും നിങ്ങൾ പറയാനെ? ഹൗ ബാഡ് ദ പോലീസ്മെൻ വേർ, അല്ലേ? അപ്പോ ശരിയായി മനസ്സിലായല്ലോ. അപ്പൊ എങ്ങനെ നമുക്കത് വെക്കാം? ഇത് ഇത്രയും ഭാഗം ഇത് മാറ്റിയിട്ട് എന്ത് വരിക? അവിടെ എന്ത് വരിക? ഹൗ വരും, അല്ലേ? ഹൗ വരിക. ഇത് മാറ്റിയിട്ട് ഇത്രയും ഭാഗം എവിടേക്ക് വരും? ഇവിടെ വയ്ക്കുക, അല്ലേ? ഇവിടേക്ക് വരും. അപ്പൊ എന്തായിരിക്കും വാചകം വരിക? ഹൗ ബാഡ് ദി പോലീസ്മെൻ were. How bad the policemen were. അപ്പൊ ഇതിൽ നമ്മൾ ഹൗ ബാഡ് ദ പോലീസ്മെൻ വേർ. അപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് മനസ്സിലായത്? ഈ ഭാഗത്തില് മാറ്റമില്ല, ഇവിടെ ഹൗ വെച്ച് ഇങ്ങോട്ട് വരും, അല്ലേ? ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കാനുള്ളത്. എത്ര മനോഹരമാണ് ആ പൂവെന്ന് ഇനി പറയാ. എത്ര മനോഹരമാണ് ആ പൂവ്, അങ്ങനെയായിരിക്കും പറയാ. എത്ര മനോഹരമായി ഇങ്ങനെ ഒരു ഹൗ ബ്യൂട്ടിഫുൾ, അല്ലേ? പിന്നെ സാധാ പോലെ ബാക്കിൽ പറയാം ദ പൂവ് ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ് എന്ത് വരുന്നത്? എത്ര മനോഹരമാണ് ആ പൂവ് എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഫ്ലവർ ഈസ് വെരി ബ്യൂട്ടിഫുൾ എങ്ങനെയായിരിക്കും അത് ഇതിലാക്കി വരുമ്പോ? ഹൗ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഈസ്, അല്ലേ? അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ. ഇനി മറ്റൊരു തരത്തിലും നമുക്ക് ഇതേ കാര്യം ആശ്ചര്യമുളവാക്കുന്ന വാചകം പറയാം. അതായത് എന്തൊരു എന്നുള്ള ഒരു പ്രയോഗം വെച്ചിട്ട് വാട്ടെ, ഹൗവിന് പകരം വാട്ടെ എന്ന് ഉപയോഗിച്ചിട്ടും നമുക്ക് ആശ്ചര്യം പ്രകടിപ്പിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ബോർഡിൽ മുകളിൽ എഴുതിയിട്ടുള്ള വാചകം ഒന്ന് വായിക്കുക. അവൻ വളരെ മോശമായിട്ടുള്ള ഒരു പോലീസുകാരനായിരുന്നു എന്ന വാചകം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, അല്ലേ? അവൻ വളരെ മോശമായ, സ്പൗതിൽ കവിഞ്ഞ്, സാധാരണയിൽ കവിഞ്ഞ്, അല്ലേ? അതിന് ഇംഗ്ലീഷും നിങ്ങൾക്ക് എഴുതാറിയാം, അല്ലേ? സാധാരണ വാചകം നിങ്ങൾ പഠിച്ചില്ലാണ്. ഹി വാസ് എ വെരി ബാഡ് പോലീസ്മാൻ. ഹി വാസ് എ വെരി ബാഡ് പോലീസ്മാൻ. ഇനി നമ്മൾ ഈ വാചകത്തെ നമ്മൾ ആശ്ചര്യത്തോടു കൂടി നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയുക? ഇങ്ങനെ പറഞ്ഞൂടെ? എന്തൊരു മോശമായിട്ടുള്ള പോലീസുകാരൻ ആയിരുന്നു അവൻ. എന്തൊരു മോശമായിട്ടുള്ള പോലീസുകാരൻ ആയിരുന്നു അവൻ. അങ്ങനെ പറഞ്ഞാൽ ഒരു ആശ്ചര്യം. അപ്പൊ നോക്കുക എങ്ങനെയാണ് എന്തൊരു, വാട്ട് എ.
അപ്പോൾ ഈ വെരി പോയിട്ട് വാട്ട് എന്ന് വെച്ചാൽ മതി. അപ്പോൾ എന്തൊരു മോശമായിട്ടുള്ള വാട്ട് എ ബാഡ് പോലീസ്മാൻ. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? വാട്ട വെക്കുമ്പോൾ ഹൗവിന് പകരം വാട്ട വെക്കുമ്പോൾ നോക്കുക, ഇത് വെരി പോവും, ഈ സാധനം പോവും. അതിന് പകരം എന്തോരം അവിടെ ഇവിടെ വാട്ട് വരും. വാട്ട് വാട്ട് എ ബാഡ് പോലീസ്മാൻ എന്നായിട്ട് അത് ഇതിന്റെ മുന്നിൽ വരും. ഹി വാസ് അതുപോലെ തന്നെ. അപ്പൊ ഹി വാസ് എ വെരി ബാഡ് പോലീസ്മാൻ എന്നുള്ളതിൽ എ വെരി പോലീസ്മാനിലെ വെരി കളയുമ്പോൾ എന്ത് വരും? എ ബാഡ് പോലീസ്മാൻ അല്ല, അതിന്റെ മുമ്പിൽ വാട്ട് വെച്ചാൽ വാട്ട് എ ബാഡ് പോലീസ്മാൻ എന്ന് കിട്ടും. അങ്ങനെ ആക്കിയിട്ട് ആ വാക്യ ഭാഗം എടുത്ത് മുമ്പിൽ വെച്ച് പറയാം, വാട്ട് എ ബാഡ് പോലീസ്മാൻ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം, അതായത് സബ്ജക്റ്റ് വെർബ് അങ്ങനെ വെക്കുക. വാട്ട് എ ബാഡ് പോലീസ്മാൻ ഹി വാസ് ഉണ്ടാവുക. മനസ്സിലായില്ല? അങ്ങനെ പറയാം. ഇനി മറ്റൊരു ബഹുവചനായിട്ടുള്ള നമുക്ക് നോക്കാം. ബഹുവചനായി എങ്ങനെയാണ് ഇത് വരിക? അതിൽ ചെറിയ വ്യത്യാസമുള്ളൂ. ഈ എ വേണ്ട, ബഹുവചനം ബേ വരില്ല, നിങ്ങൾക്ക് അറിയാം അല്ലേ? അതും നോക്കാം നമുക്ക്. ഇനി നമുക്ക് ബഹുവചനായിട്ടുള്ള ഒരു ഇത് നോക്കുക. അവർ വളരെ മോശമായിട്ടുള്ള പോലീസുകാർ ആയിരുന്നു. അവർ വളരെ മോശമായിട്ടുള്ള പോലീസുകാർ ആയിരുന്നു. ഇംഗ്ലീഷ് നമുക്കറിയാം, ദേ വർ വെരി ബാഡ് പോലീസ്മെൻ. നിങ്ങൾക്കറിയാത്. ഇതിനെങ്ങനെയാണ് നമ്മൾ ആശ്ചര്യവാചകമാക്കി മാറ്റുക? ഈ എന്ത് വെച്ചിട്ട് നോക്കിയാൽ, എന്തു മോശമായിട്ടുള്ള പോലീസുകാർ ആയിരുന്നു അവർ എന്ന് പറഞ്ഞ പോലെ, എന്തു മോശമായിട്ടുള്ള പോലീസുകാർ ആയിരുന്നു അവർ. അപ്പൊ ഒരു ആശ്ചര്യം വന്നില്ലേ? അപ്പൊ ഇവിടെ എന്തുണ്ടായിട്ടില്ല? അതിന്റെ ഇംഗ്ലീഷ് നോക്കുക. എന്ത് മോശമായിട്ടുള്ള പോലീസുകാർ. അപ്പൊ ഇവിടെ വെരി വേണ്ട അല്ലെ? വെരി പോയി അവിടെ എന്ത് വരും? അവിടെ ഇത് പോവും. അവിടെ എന്ത് വരും? വാട്ട് ബാഡ് പോലീസ്മാൻ. എന്ത് മോശമായിട്ടുള്ള പോലീസുകാർ, വാട്ട് ബാഡ് പോലീസ്മാൻ. ഇങ്ങനെ എഴുതിയിട്ട് അതെടുത്ത് ഇതിന്റെ ഫ്രണ്ടിൽ വെച്ചാൽ മതി. കണ്ട? അപ്പൊ ദേവറിന്റെ ഫ്രണ്ടില് വാട്ട് ബാഡ് പോലീസ്മാൻ, ദേവർ. അതിന് മുമ്പിൽ കൊണ്ട് വാട്ട് ബാഡ് പോലീസ്മാൻ വരണം. വാട്ട് ബാഡ് പോലീസ്മാൻ ദേവർ. ഒരു ശ്രദ്ധിക്കുക, നേരത്തെ വാചകത്തിൽ എ ഉണ്ടായിരുന്നു, അത് ഏകവചനമായതുകൊണ്ടാണ്. അപ്പൊ ബഹുവചനാകുമ്പോൾ എ വേണ്ട, എ വെക്കാൻ പാടില്ല. അപ്പൊ എങ്ങനെയാ വരിക? എന്തു മോശമായിട്ടുള്ള പോലീസുകാർ ആയിരുന്നു അവർ. വാട്ട് ബാഡ് പോലീസ്മാൻ ദേവർ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇതിനെ മാറ്റേണ്ടത് പഠിച്ചല്ലോ. എന്താണ് ഇതിന്റെ ഘടന? വാട്ട് വെച്ചുള്ളത് സിംഗുലർ ആണെങ്കിൽ വാട്ട് എ കഴിഞ്ഞിട്ട് അഡ്ജക്റ്റീവ് പിന്നെ നൗൺ വെക്കുക അല്ലേ? വാട്ട് അഡ്ജക്റ്റീവ് പിന്നെ നൗൺ പിന്നെ സാധാരണ സബ്ജക്റ്റ്, സാധാരണ വാചകത്തിന്റെ സബ്ജക്റ്റ് ഇതുള്ളത്. അപ്പൊ ഇതിൽ വരുമ്പോൾ ചോദ്യവാചകം പോലെ വാട്ടുള്ള വാചകങ്ങൾ അല്ലെങ്കിൽ ഹൗ ഉള്ള വാചകങ്ങൾ ആണ് ആശ്ചര്യവാചകങ്ങൾ മുന്നിൽ വരിക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഹൗവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഹൗ കഴിഞ്ഞ അഡ്ജക്റ്റീവ് പിന്നെ അതിൽ നൗൺ ഉണ്ടായിരിക്കില്ല, പിന്നെ സബ്ജക്റ്റ് പിന്നെ വെർബ് അങ്ങനെ വയ്ക്കുക. വാട്ട് അല്ലെങ്കിൽ വാട്ട് വന്നിട്ടില്ല, വാട്ട് കഴിഞ്ഞിട്ട് ഏകവചനാണെങ്കിൽ എ പിന്നെ അഡ്ജക്റ്റീവ് പിന്നെ നൗൺ ഉണ്ടാവും. കണ്ട? ഇതിൽ പോലീസ്മാൻ നൗണാണ്. വാട്ട് കഴിഞ്ഞാൽ ബാഡ് അഡ്ജക്റ്റീവ് പിന്നെ നൗൺ. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ വരിക. അതിൻ്റെ ഈ വാചകത്തിൽ നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ കുറച്ചെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഉദാഹരണം പറയാം. ഫ്ലവർ ഈ ഒരു പൂവിനെ കുറിച്ച് പറയാണ്. അത് വളരെ മനോഹരമായ പൂവാണ്. ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ഫ്ലവർ. അപ്പോൾ അതിലെന്തുണ്ട്? ഇറ്റ് സബ്ജക്റ്റ് ഈസ്. അത് കഴിഞ്ഞിട്ട് എ വെരി ബ്യൂട്ടിഫുൾ ഫ്ലവർ. അതെങ്ങനെയായിരിക്കും നിങ്ങളാക്കുക? നിങ്ങൾ ആ വെരി മാറ്റി കഴിഞ്ഞാൽ എന്താ പറയുക? എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. അതിന് മൂലം വാട്ട് വയ്ക്കുക അല്ലേ? അപ്പോൾ വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. അതങ്ങനെ ആത്ത് വെച്ച് തുടങ്ങി ആ ഭാഗം മൊത്തത്തിൽ അങ്ങോട്ട് മുന്നിൽ വെച്ച് പറഞ്ഞത് വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇറ്റ് ഈസ്.
ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്നുള്ളതിനെ ഇറ്റ് ഈസിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക. അതിനെ വെരി കളഞ്ഞിട്ടുള്ള ഭാഗത്തെ വാട്ടും ചേർത്തിട്ട് അല്ലേ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇറ്റ് ഈസ് അങ്ങനെ പറയാം. ഇനി ഇതിനെ പറയാ ദ ഫ്ലവർ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ദ ഫ്ലവർ ഈസ് വെരി ബ്യൂട്ടിഫുൾ, അതായത് പൂവ് വളരെ ഭംഗിയുള്ളതാണ്. അത് പൂവ് എത്ര ഭംഗിയുള്ളതാണ് അല്ലേ, പൂവ് എത്ര ഭംഗിയുള്ളതാണ് അങ്ങനെ പറയാം. അങ്ങനെ പറയാ ദ ഫ്ലവർ ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്നുള്ള എങ്ങനെ പറയാം. ആ വെരി ബ്യൂട്ടിഫുളിന്റെ പോലെ വെരി മാറ്റി ഹൗ വയ്ക്കുക, ഹൗ ബ്യൂട്ടിഫുൾ എന്നിട്ട് ഫ്രണ്ടിൽ വെച്ച് തുടങ്ങുക അല്ലേ, അങ്ങനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഹൗ ബ്യൂട്ടിഫുൾ ദ ഫ്ലവർ ഈസ്, ഹൗ ബ്യൂട്ടിഫുൾ ദ ഫ്ലവർ ഈസ്, അങ്ങനെ നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആശ്ചര്യവാചകവും അതുപോലെ തന്നെ ചോദ്യവാചകം നമ്മളൊരു അഭേദ്യ ബന്ധമുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആശ്ചര്യവാചകം എഴുതാനായിട്ട് മനസ്സിലാവും, അതിൻ്റെ ടെക്നിക്ക് പിടി കിട്ടും. അത് കാരണം അതും കൂടി ഒന്ന് കമ്പയർ ചെയ്ത ശേഷം നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. നമുക്ക് ഈ ബോർഡിലേക്ക് ഒന്ന് നോക്കാം. അവിടെ ഒരു ഓർഡിനറി സെന്റൻസ് എഴുതിയിട്ടുണ്ട്, ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഇതിൻ്റെ അർത്ഥം നമുക്കറിയാം, പറയാതെ തന്നെ ഷീസ് അവൾ വളരെ ഭംഗിയുള്ളവളാകുന്നു എന്നാണ് അർത്ഥം നമുക്കറിയാം. ഞാൻ എൻ്റെ മലയാളമൊന്നും ആവശ്യമില്ലല്ലോ. അവൾ വളരെ ഭംഗിയുള്ളതാണ്. ഇത് നമുക്ക് ചോദ്യമാക്കാം. എങ്ങനെയാണ് ഇപ്പൊ വെരി എന്ന ആ ഭാഗം ഉത്തരം വരുന്ന വിധത്തിൽ ചോദ്യമാക്കാൻ പറഞ്ഞ് എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു ഈ വെരി ഭാഗം അവിടെ വിട്ടുകളയുക. ഇപ്പൊ എന്ത് ചെയ്യുക, അത് ഉത്തരമായിട്ട് വരുന്ന ഏത് ചോദ്യവാക്കാണെങ്കിൽ അത് കൂട്ടിച്ചേർത്ത് നമ്മൾ ചോദ്യം ഉണ്ടാക്കുക അല്ലേ. അവൾ വളരെ ഭംഗിയുള്ളവളാണ്, വളരെ ഭംഗിയുള്ള, വളരെ ഉത്തരം വരണമെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കണം, അവൾ എത്ര ഭംഗിയുള്ളവളാണ് അല്ലേ, അവൾ എത്ര ഭംഗിയുള്ള. അപ്പൊ ഇവിടെ ഈ ആ ചോദ്യഭാഗം ഇടുമ്പോൾ ചോദ്യവാക്ക് വരുമ്പോൾ ആ ചോദ്യം ഉത്തരമായി വരുന്നവരെ മാറ്റണം നമ്മൾ പഠിച്ചു. അപ്പൊ ഇവിടെ വെരി ഉണ്ടാവില്ലേ, അപ്പൊ എങ്ങനെ വരിക, അവൾ എത്ര ഭംഗിയുള്ള അല്ലേ, എത്ര ഭംഗിയുള്ള, ഹൗ ബ്യൂട്ടിഫുൾ അല്ലേ. ചോദ്യത്തിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഹൗ ബ്യൂട്ടിഫുൾ കഴിഞ്ഞാൽ എന്ത് വയ്ക്കണം, നമ്മൾ പഠിച്ചു സഹായിക്കരെ കർത്താവിന്റെ മുമ്പിൽ വെച്ചിട്ട് പറയണം അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ഹൗ ബ്യൂട്ടിഫുൾ ഈ ഷീ എന്ന് പറയുന്ന ചോദ്യം, ഹൗ ബ്യൂട്ടിഫുൾ ഈ ഷീ. സഹായിക്രിയ എപ്പോഴും കർത്താവിന്റെ മുമ്പിൽ വന്ന് സബ്ജക്റ്റിന്റെ മുമ്പിൽ വന്നാൽ അത് ചോദ്യമാണ് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ ഹൗ ബ്യൂട്ടിഫുൾ ഷീസ് എന്ന ചോദ്യം, അതിന്റെ അർത്ഥം അവൾ എത്ര ഭംഗിയുള്ളവളാണ്. ഉത്തരം ഷീസ് വെരി ബ്യൂട്ടിഫുൾ. ഇതന്നെ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണെങ്കിൽ അവൾ എത്ര ഭംഗിയുള്ളവളാണ് അല്ലേ. അത് ഇതേ തന്നെ വരുന്ന നോക്കിയ ഹൗ ബ്യൂട്ടിഫുൾ ഷീസ് നമ്മൾ പഠിച്ചു ഇല്ലേ. ഹൗ ബ്യൂട്ടിഫുൾ വെച്ച് ഇത് പ്രതി കൊണ്ടാൽ മതിന്, വേറെ സഹായിക്രിയ മാറ്റൊന്നും വരുത്തണ്ട. അപ്പൊ ഹൗ ബ്യൂട്ടിഫുൾ ഷീസ് അത് നമുക്കറിയാം. ഞാൻ കമ്പയർ ചെയ്ത് നോക്കി ഇത് രണ്ടും. ഈ സാധാരണ വാചകത്തെ ചോദ്യരൂപമാക്കുമ്പോൾ ഹൗ ബ്യൂട്ടിഫുൾ ഈ ഷീ, ആശ്ചര്യമാകുമ്പോൾ ഹൗ ബ്യൂട്ടിഫുൾ ഷീസ്. എന്താ വ്യത്യാസം, ഇത് രണ്ടും ഒരുപോലെ അല്ലെ. ഹൗ ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ്. അതേസമയത്ത് ഇവിടെ എന്താ സഹായിക്രിയ മുമ്പിൽ, ഇതിൽ സഹായിക്രിയ അതായത് സഹായിക്രിയ സബ്ജക്റ്റിന് മുമ്പിൽ, ഇത് സഹായിക്രിയ സബ്ജക്റ്റിന് ശേഷം അല്ലേ. അതിൽ നമുക്ക് ചെറിയ വ്യത്യാസമുള്ളൂ എന്ന് മനസ്സിലായില്ലേ. എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ സഹായിക്രിയ സബ്ജക്റ്റിന് ശേഷമായിരിക്കും, ചോദ്യവാചകത്തില് സഹായിക്രിയ മുമ്പിലായിരിക്കും. ഈ ടെക്നിക്ക് ഓർത്ത് വെച്ചാലും പെട്ടെന്ന് നമുക്ക് എന്താക്കാൻ പറ്റും, ഈ ഹൗ വെച്ചിട്ടുള്ള ഒക്കെ ഈ ആശ്ചര്യ വാചകം ഉണ്ടാക്കാൻ എളുപ്പത്തിൽ കഴിയും. അതുകൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതേ മോഡൽ നിങ്ങൾ കുറച്ച് സ്വയം വാചകങ്ങൾ ആശ്ചര്യവാചകങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എഴുതി പഠിക്കുക. അങ്ങനെ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹിമാലയ വളരെ ഉയരമുള്ളതാകുന്നു. ഹിമാലയ ഈസ് വെരി ഹൈ. അതിന് എങ്ങനെയാണ് നമുക്ക് ആശ്ചര്യവെക്കുക, ഓ ഹിമാലയം എത്ര ഉയരമുള്ളതാണ് അല്ലേ. അപ്പോൾ ഹൗ ഹൈ, എത്ര ഉയരമുള്ള, ഹൗ ഹൈ ഹിമാലയ ഈസ്. അതേപോലെ വാചകങ്ങൾ നിങ്ങൾ കുറേ ഉണ്ടാക്കി പഠിക്കുക. അത് പാസ്റ്റ് ടെൻസിലും ഫ്യൂച്ചറിലും ഒക്കെ ഉണ്ടാക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ആശ്ചര്യവാചകത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇത് ഇത്രയൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ മതി, അധികം ഒന്നും പഠിക്കേണ്ട
കാരണം ഇത് വളരെ റയറായിട്ടുള്ള ഉപയോഗമുള്ളൂ. അപ്പോൾ രണ്ട് തരത്തിലുള്ള ആശ്ചര്യവാചകങ്ങളെയും പരിചയപ്പെട്ടു. നിങ്ങൾക്ക് ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഇതിന് ഘടനയിൽ വലിയ നമുക്ക് പ്രശ്നമുള്ളതൊന്നുമല്ല. പിന്നെ വളരെ റയറൊക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ പഠിക്കുമ്പോൾ ഉപയോഗം വരും എന്ന് മാത്രം. ഒരു ചെറിയ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഇനി ഞാൻ വിശദമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് എടുക്കുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം ഇത്ര മനസ്സിലാക്കുക. നമുക്ക് ഇനി മറ്റൊരു വിഷയമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഇവിടെ നന്ദി, നമസ്കാരം, ബൈ.